നേരെ ഒരുപാടായി. ശവം എടുക്കാൻ വൈകരുത്. വേണ്ട രാമോ, സുധീട്ട് വന്നിട്ട് മതി. മോള് വാശി പിടിക്കരുത്. ഈ സമയത്ത് സുധിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇവിടെ മുഴുവൻ പോലീസാണ്. മുത്തശ്ശൻ എന്നും പറയും സുധീട്ടന്റെ കൈ കൊണ്ട് വെള്ളം കുടിച്ച് കണ്ണടയ്ക്കണമെന്ന്. അത് നടന്നില്ല. അവസാനം കർമ്മം കൂടി. സുധീട്ട, മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറയരുത്. തക്കതായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സാർ, എനിക്ക് വളരെ പരിമിതമായ സൗകര്യമേ ഈ ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്നുള്ളൂ. ഏറ്റവും വലിയ കള്ളക്കടത്തും ക്രൈംസും നടക്കുന്നത് ഈ സ്റ്റേഷന്റെ പരിധിയിലാണ്. യെസ്, ഐ നോ. 56 മോഡൽ ജീപ്പും 6 കോൺസ്റ്റബിൾസും ഒരു HCയും എനിക്കുള്ളൂ. ഞാൻ ഇത് വെച്ച് ഇത്രയും മാനേജ് ചെയ്യുന്നില്ലേ? നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം ഡിപ്പാർട്ട്മെന്റ് പലതും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പല സ്ഥലത്തും പരാജയപ്പെടേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. സമയം വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഗുഡ് മോർണിംഗ് സർ. ഹലോ മിസ്റ്റർ രമേശ്. മിസ്റ്റർ രാജശേഖരൻ, മിസ്റ്റർ രമേശ്, CBI ഓഫീസർ ഫ്രം ബോംബെ. രാജുവിന് അത്ഭുതം തോന്നുന്നല്ലേ? എന്നെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തതല്ലേ? രാജു, നിനക്കെന്നെ മനസ്സിലായോ? ഓർത്തു നോക്ക്, നിന്റെ പഴയ കളിക്കൂട്ടുകാരൻ രമേശ്. ഞാൻ രമേശ്. സാർ ക്ഷമിക്കണം, ഞങ്ങൾ കുറച്ചു സമയം സ്വന്തം വിഷയത്തിലേക്ക് കടന്നുപോയി. രമേശ്, സുധിയെ ഞാൻ കണ്ടിരുന്നു. രാഘവനെ കൊന്നത് അവനല്ല. നമ്മുടെ പദ്ധതിയെല്ലാം നടപ്പാക്കുന്ന നിമിഷം അടുത്തു കഴിഞ്ഞു. വിക്രമനെയും ഗ്യാങ്ങിനെയും അകത്താക്കാനുള്ള എല്ലാ വലയും വീശിക്കഴിഞ്ഞു. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. തീർച്ചയായും. താങ്ക് യു മിസ്റ്റർ രമേശ്. സീ യു. ഓക്കെ. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ കിരീടം വിലമതിക്കാനാവാത്ത ഒരു പുരാവസ്തുവാണ്. തനി തങ്കത്തിൽ തീർത്ത ഈ കിരീടത്തിൽ പതിച്ചിരിക്കുന്ന ഓരോ രത്നങ്ങൾക്കും അതിൻ്റെതായ ചരിത്രമുണ്ട്. പണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കച്ചവടത്തിനായി വ്യാപാരികൾ തിരുവഞ്ചിക്കുളത്ത് വരുവാൻ അവരിൽ നിന്നും വാങ്ങിയ വിലമതിക്കാനാവാത്ത അപൂർവ രത്നങ്ങൾ ഉപയോഗിച്ചാണ് തമ്പുരാക്കന്മാർ ഈ കിരീടം പണി കഴിച്ചിട്ടുള്ളത്. ഇതിന്റെ നടുവിൽ വെട്ടിത്തിളങ്ങുന്ന ഇന്ദ്രനീല കല്ല് എത്യോപ്യയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഞാനാണ്. നമ്മൾ ഉദ്ദേശിച്ച ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. അതെ, വിദേശികളുണ്ട്. ഈ പോലീസുകാരനാണെന്ന് എനിക്ക് മുമ്പേ സംശയമുണ്ട്. ഭാഗ്യവാനെന്ന് സാർ, അവൻ പോലീസിൽ പോകണ്ടു. എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി. എന്നാലും ഞാൻ തോറ്റിട്ടില്ല. നീ പുറത്തു പോയപ്പോ നിന്റെ പുറകെ എന്റെ ആളുണ്ടായിരുന്നു. സാംസൺ, നീ ചാരനാണെന്ന് മനസ്സിലാക്കിയ ഉടനെ ഞാനിവരെ കസ്റ്റഡിയിലെടുത്തു.
നിനക്കെതിരെ നീക്കാനുള്ള ഒന്നാം തരം കരു പെറ്റു വളർത്തിയ നിന്റെ അമ്മയോടുള്ള കടപ്പാട് തീർക്കാൻ ഒരവസരം തരാം. നിന്റെ സന്ദേശം തെറ്റാണെന്ന് പോലീസിന് ഫോൺ ചെയ്യും. അല്ലെങ്കിൽ എല്ലാവരും അകത്ത് പോകാൻ പറയും. സ്വന്തം സഹോദരനെ പോലെ നിന്നെ സ്നേഹിച്ച എന്റെ അച്ഛന്റെ നെഞ്ചിൽ തന്നെ നീ കുട്ടി. നിന്നെ ഞാൻ വെറുതെ വിടില്ലോ. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ. എന്റെ അച്ഛനോടുള്ള കടമ ഞാൻ നിർവഹിച്ചു. രമേശ്, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഇനി എന്നെ